സുഹൈൽ, അക്കാര്യം വളരെ പ്രധാനമാണ്. കാരണം സെലൻസ്കി ഭരണകൂടത്തിനെതിരെയാണ് റഷ്യ സംസാരിക്കുന്നത്. സ്വാഭാവികമായി ഒരുപക്ഷെ സെലൻസ്കിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകൾക്ക് വരെ റഷ്യ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു ചർച്ചയിലേക്ക് ഒരുപക്ഷെ ട്രംപിന്റെ പോലും ഒരു സമ്മർദ്ദത്തിൽ അത്തരമൊരു ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം കാണേണ്ടതുണ്ട്? ആ ഒരു ചർച്ച, അതായത് സ്വാഭാവികമായും സെലൻസ്കിയുമായി നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് പുടിൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യം. പുടിൻ അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അത് പുടിൻ്റെ വലിയൊരു പരാജയമായിരിക്കും. കാരണം സെലൻസ്കിയെ യുക്രൈൻ്റെ ഒരു പ്രസിഡന്റായി പോലും പുടിൻ അംഗീകരിക്കുന്നില്ല. ആ ഭരണകൂടത്തെ മാറി മറ്റൊരു ഭരണകൂടം, പുടിനെയും അതേപോലെ തന്നെ റഷ്യയും അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തെ യുക്രൈനിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി പുടിൻ കാണുന്നത്. അപ്പോൾ പക്ഷേ ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറയുന്നത് പുടിനും സെലൻസ്കിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കണം, ആ കൂടിക്കാഴ്ചയിൽ ഞാനും പങ്കാളിയാകും എന്നുള്ളതാണ്. ഈ ചർച്ചയുടെ മറ്റൊരു വിജയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. കാരണം 50 ദിവസത്തിനകം ഒരു ഡീലിലേക്ക് എത്തിയില്ല എങ്കിൽ, ഒരു സീസ് ഫയർ ഉണ്ടായില്ല എങ്കിൽ, യുക്രൈനുമായി വെടിനിർത്തിയില്ല എങ്കിൽ എല്ലാ അർത്ഥത്തിലും റഷ്യയെ ഒറ്റപ്പെടുത്തുമെന്നും, റഷ്യയെ മാത്രമല്ല റഷ്യയുമായി സഹകരിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെപ്പോലും ഈ ടാരിഫ് കുരുക്കിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ 50 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 3.5 വർഷമായി അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തിയ പുടിൻ അദ്ദേഹം ട്രംപുമായി തന്നെ കൈകോർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് വിജയം, ആ വിജയം തന്നെയാണ് റഷ്യയെയും അതേപോലെ തന്നെ റഷ്യൻ അനുകൂല മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നത്. ഈ ഒരു ചർച്ചയിൽ പൂർണ്ണമായി വിജയം നേടിയത് പുടിനാണ് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. 3.5 വർഷമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പുടിൻ അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ ഒറ്റപ്പെടുത്തിയ US പ്രസിഡന്റുമായി തന്നെ കൈകോർക്കുന്നു എന്ന് മാത്രമല്ല പുടിനുമായി നല്ല ബന്ധമാണുള്ളത് എന്ന് ട്രംപ് പറയുന്നു. അടുത്ത ഘട്ടത്തിൽ റഷ്യയിലേക്ക്, മോസ്കോയിലേക്ക് പുടിൻ ട്രംപിനെ ക്ഷണിക്കുന്നു. നോക്കാം എന്ന് ട്രംപ് പറയുന്നു. റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് ട്രംപ് സംസാരിക്കുന്നു. ആ അർത്ഥത്തിലെല്ലാം ഉപരോധത്തിൽ ഒറ്റപ്പെടുത്തിയ, പാശ്ചാത്യ ലോകം പൂർണ്ണമായും ഒറ്റപ്പെടുത്തിയ റഷ്യയെയും അതേപോലെ തന്നെ പുടിനെയും അത് ഈ ഒരു തരത്തിലേക്ക് സൗഹൃദത്തിൻ്റെ ഒരു പാതയിലേക്ക് വരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ നോക്കണം, കഴിഞ്ഞ തവണ സെലൻസ്കിയുമായി സംസാരിച്ചപ്പോൾ ട്രംപിൻ്റെ ശരീരഭാഷയും അതേപോലെ തന്നെ ശക്തമായ രൂപത്തിൽ അവിടെ നിന്ന് വിടാം എന്നുള്ള തരത്തിലേക്ക് വരെ പോയ ഒരു ഘട്ടത്തിൽ നിന്ന് പുടിനുമായി സൗഹൃദ ബന്ധത്തിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ പുടിനുമായി ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നതെങ്കിൽ അതേ പുടിനുമായി കൈകോർക്കുകയും സാമ്പത്തികമായി അടക്കമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് തന്നെ പറയുന്നു. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം റഷ്യക്ക് കൂടുതൽ നയതന്ത്ര വിജയം കൂടി ഉണ്ടാക്കിയ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അവസാനിച്ചത് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും.